നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായ ഒരു കഥയാണിത്. ബനു ഇസ്രായേലിൽ 3 ആളുകൾ ഉണ്ടായിരുന്നു. ഒരാൾക്ക് വെള്ളപ്പാണ്ട്, രണ്ടാമൻ ക്ഷണ്ടി, മൂന്നാമൻ കണ്ണുപൊട്ടൻ. ഇവർ 3 പേരും വളരെ ദരിദ്രവാസികളുമായിരുന്നു. അല്ലാഹു അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. റബ്ബ് ഒരു മലക്കിനെ മനുഷ്യരൂപത്തിൽ അവരിലേക്ക് അയച്ചു. ആ മലക്ക് വെള്ളപ്പാണ്ട് ഉള്ള ദരിദ്രനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അയാൾ പറഞ്ഞു, എന്റെ ശരീരത്തിലുള്ള ഈ വൃത്തികേട് എല്ലാം മാറി നല്ല ശരീരമാവണം. ആളുകൾ എന്നെ കണ്ടാൽ വെറുക്കാൻ പാടില്ല. ഉടനെ മലക്ക് അയാളെ ഒന്ന് തടവി. അത്ഭുതം! അയാളുടെ തൊലി അസുഖമെല്ലാം മാറി മിനുസമുള്ളതായി. അയാൾക്ക് സന്തോഷമായി. ഉടനെ മലക്ക് ചോദിച്ചു, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ധനമാണ് ഇഷ്ടം? അയാൾ പറഞ്ഞു, എനിക്ക് ഒട്ടകത്തെ ആണ് ഇഷ്ടം. ഉടനെ മലക്ക് അയാൾക്ക് ഗർഭിണിയായ ഒരു നല്ല ഒട്ടകത്തെ നൽകി. എന്നിട്ട് പറഞ്ഞു, ഇതിൽ അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ. പിന്നെ മലക്ക് ക്ഷണ്ടിക്കാരന്റെ അടുത്തേക്ക് പോയി. അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ക്ഷണ്ടിക്കാരൻ പറഞ്ഞു, എന്റെ ഈ മുടിയില്ലാത്ത തല കാരണം ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ ക്ഷണ്ടി മാറി എനിക്ക് നല്ല മുടികൾ വരണം. അതാണ് എനിക്കിഷ്ടം. ഉടനെ മലക്ക് അയാളെ ഒന്ന് തടവി. അത്ഭുതം! അയാളുടെ ക്ഷണ്ടി എല്ലാം മാറി നല്ല മുടികൾ വന്നു. മലക്ക് ചോദിച്ചു, നിങ്ങൾക്ക് ഏതുതരത്തിലുള്ള ധനം ആണ് ഇഷ്ടം? എനിക്ക് പശുവിനെ ആണ് ഇഷ്ടം. ഉടനെ മലക്ക് അയാൾക്ക് ഒരു ഗർഭിണിയായ പശുവിനെ നൽകി. എന്നിട്ട് പറഞ്ഞു, റബ്ബ് ഇതിൽ നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ. അവർക്കൊന്നും ഇത് ഒരു മലക്ക് ആണെന്ന് അറിയില്ലായിരുന്നു. വീണ്ടും മലക്ക് കണ്ണു കാണാത്ത ആളുടെ അടുത്ത് പോയി. അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ഇഷ്ടം? അയാൾ പറഞ്ഞു, എനിക്ക് എന്റെ അന്ധത മാറി എല്ലാം കാണാൻ കഴിയണം, അതാണ് എന്റെ സന്തോഷം. ഉടനെ മലക്ക് അയാളെ ഒന്ന് തടവി. അയാളുടെ കാഴ്ച തിരിച്ചു കിട്ടി. വീണ്ടും മലക്ക് ചോദിച്ചു, നിങ്ങൾക്ക് ഏതുതരം സമ്പാദ്യമാണ് ഇഷ്ടം? ഉടനെ അയാൾ പറഞ്ഞു, എനിക്ക് ആടിനെയാണ് ഇഷ്ടം. മലക്ക് അയാൾക്ക് ഗർഭിണിയായ ഒരു ആടിനെ നൽകി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് ഇതിൽ ബർക്കത്ത് നൽകട്ടെ. അങ്ങനെ ഒട്ടകത്തിന് കിട്ടിയ ആളുടെ ഒട്ടകം പ്രസവിച്ചു. റബ്ബ് അതിൽ അയാൾക്ക് ബർക്കത്ത് നൽകി. ഒരു താഴ്വാരം നിറയെ ഒട്ടകങ്ങൾ ഉണ്ടായി. അതേപോലെ പശുവിനെ വാങ്ങിയ ആൾക്ക് ഒരു താഴ്വര നിറയെ പശുക്കളും ആടിനെ വാങ്ങിയ ആൾക്ക് ഒരു താഴ്വര നിറയെ ആടുകളും ഉണ്ടായി. അവർ വളരെ പണക്കാരായി. ഇനിയാണ് റബ്ബിന്റെ പരീക്ഷണം വരുന്നത്. റബ്ബ് വീണ്ടും മലക്കിനെ വെള്ളപ്പാണ്ട് ഉള്ള രോഗിയുടെ രൂപത്തിൽ ദരിദ്രനായി ഒട്ടകത്തെ കിട്ടിയ ആളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വളരെ ദൂരെ നിന്നും വരികയാണ്. എനിക്ക് പോവാൻ വാഹനമില്ല. നല്ല തൊലിയും ഒരു താഴ്വര നിറയെ ഒട്ടകങ്ങളെയും നൽകിയ അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, എനിക്ക് ഒരു ഒട്ടകത്തെ തരുമോ? എനിക്കെന്റെ നാട്ടിലെത്താൻ എന്നെ സഹായിക്കണം. ഇത് കേട്ടപ്പോൾ ഒട്ടകം മുതലാളി പറഞ്ഞു, ഒട്ടകത്തെ എനിക്ക് തരാൻ കഴിയില്ല, കാരണം എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. അപ്പോൾ മലക്ക് ചോദിച്ചു, എനിക്ക് നിന്നെ അറിയാം എന്ന് തോന്നുന്നു. നീ അല്ലായിരുന്നോ വെള്ളപ്പാണ്ട് ഉള്ള ആ ദരിദ്രൻ? നിനക്ക് ഇതെല്ലാം റബ്ബ് തന്നതല്ലേ? അപ്പോൾ ഒട്ടകം മുതലാളി പറഞ്ഞു, അല്ല, ഇതെല്ലാം എനിക്ക് അനന്തരാവകാശമായി കിട്ടിയതാണ്. ഇത് കേട്ടപ്പോൾ ആ മലക്ക് പറഞ്ഞു, നീ പറയുന്നത് കളവാണെങ്കിൽ നീ മുമ്പുള്ള അവസ്ഥയിലേക്ക് മാറട്ടെ. അങ്ങനെ റബ്ബ് അയാളെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെയാക്കി. പിന്നെ മലക്ക് ക്ഷണ്ടി തലയുള്ള ആളുടെ രൂപത്തിൽ ദരിദ്രനായി അയാളുടെ അടുത്തു ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് യാത്ര പോവാൻ ഒരു പശുവിനെ തന്നെ സഹായിക്കണം. നല്ല മുടിയും ഇത്രയും പശുക്കളും നിങ്ങൾക്ക് റബ്ബ് തന്നതല്ലേ? അതിൽ ഒരെണ്ണം എനിക്ക് തന്നെ സഹായിച്ചാലും. ഇത് കേട്ട് അയാൾ പറഞ്ഞു, തരാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. മലക്ക് പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയാം എന്ന് തോന്നുന്നു. നിങ്ങൾ ക്ഷണ്ടിക്കാരൻ അല്ലായിരുന്നു. നല്ല മുടിയും പശുക്കളെയും റബ്ബല്ലേ നിങ്ങൾക്ക് തന്നത്? പശു മുതലാളി പറഞ്ഞു, അല്ല, ഇതെല്ലാം എനിക്ക് അനന്തരാവകാശം ആയി കിട്ടിയതാണ്. ഉടനെ മലക്ക് പറഞ്ഞു, നിങ്ങൾ കള്ളം പറയുകയാണെങ്കിൽ ഇതെല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മാറട്ടെ. അങ്ങനെ അയാളും പാപ്പരായി. വീണ്ടും മലക്ക് ആടിനെ വാങ്ങിയ അടുത്തേക്ക് അന്ധനായി ചെന്നു. മുകളിൽ പറഞ്ഞ പോലെ തന്നെ ചോദിച്ചു. അതുകേട്ടപ്പോൾ ആ അന്ധനായിരുന്ന ആൾ പറഞ്ഞു, ഞാനും നിന്നെപ്പോലെ ഒരു അന്ധനായിരുന്നു. എനിക്ക് റബ്ബ് എന്റെ കാഴ്ചശക്തി തിരിച്ചു തന്നതാണ്. ഈ ആടുകളെ എല്ലാം റബ്ബ് എനിക്ക് നൽകിയതാണ്. നിനക്ക് ആവശ്യമുള്ള അത്രയും ആടുകളെ നീ എടുത്തോ. അത് കേട്ടപ്പോൾ ആ മലക്ക് പറഞ്ഞു, എനിക്ക് ആടുകളെ ഒന്നും വേണ്ട. നിങ്ങൾ 3 പേരും പരീക്ഷിക്കപ്പെടുകയായിരുന്നു. റഹ്മാനായ റബ്ബ് താങ്കളിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. താങ്കളുടെ മറ്റു 2 കൂട്ടുകാരോട് അല്ലാഹു കോപിച്ചിരിക്കുന്നു. അവരെ പഴയ പടി ആക്കിയിരിക്കുന്നു. ഈ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ അബൂ ഹുറൈറ നിവേദനം ചെയ്തതാണ്. നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്.
നമ്മുടെ മുന്നിൽ ആവശ്യക്കാർ വരികയാണെങ്കിൽ, നമുക്ക് സാധിക്കുമെങ്കിൽ, നാം അവരെ സഹായിക്കണം. നമ്മൾക്കുള്ളതെല്ലാം നമ്മുടെ രക്ഷിതാവ് തന്നതാണ്. നമ്മളും പരീക്ഷിക്കപ്പെട്ടേക്കാം. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.